Hello, Susmitha here. Today's topic is from AFM, that's Advanced Financial Management, particularly about bond valuation. Today's class will be in vernacular language, that's class will be in Malayalam. So, this particular topic, MBIF students വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ദെൻ CA ഫൈനൽ ഇയേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കാം, CMA സ്റ്റുഡൻസിനും അതുപോലെ തന്നെ PG ഫൈനാൻസ് സ്പെഷ്യലൈസേഷനുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ AFMൻ്റെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് റീജിയണൽ ലാംഗ്വേജസിൽ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ഇതെല്ലാമാണ്: ഫേസ് വാല്യൂ, കൂപ്പൺ റേറ്റ്, കൂപ്പൺ പേയ്മെൻറ്റ്സ്, ഇഷ്യൂ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്, മെച്യൂരിറ്റി ഡേറ്റ്, റിഡംഷൻ പ്രൈസ്, ഇൻട്രിൻസിക് വാല്യൂ, callable bonds and puttable bonds, call date and call price, put date and put price, current yield, yield to maturity, yield to call, annuity bonds, zero coupon bonds and deep discount bonds, and bond strips. Okay, before starting bond valuation, let's first crack the basic terms. ഈ ഒരു പാർട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ടേംസ് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസിന് ഓൾവേസ് കൺഫ്യൂഷൻ ഉണ്ടാവും, ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ഡിഫറെൻറ്റ്. ലെറ്റ്സ് ഫസ്റ്റ് ക്ലാരിഫൈ ദിസ് പാർട്ട്. ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുകയാണെങ്കിൽ അവർ ലോങ് ടേം ഡെറ്റ് ഇഷ്യൂ ചെയ്യാണ്, ലോങ് ടേം ഡെറ്റ് റേസ് ചെയ്യാണ്. അത് ലോങ് ടേം ഡെറ്റ് എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്യുക? ത്രൂ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്. ഈവൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ദീസ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഗവൺമെൻറ് ആണ് ഇഷ്യൂയിങ് എൻറ്റിറ്റി എങ്കിൽ വി മൈറ്റ് ടൈറ്റിൽ ദിസ് ആസ് ബോണ്ട്സ്. ഗവൺമെൻറ് ആണ് ഇഷ്യൂയിങ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് ബോണ്ട് എന്നും പറയും. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഈ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വി വുഡ് ബെറ്റർ കോൾ ഇറ്റ് ആസ് ഡിബഞ്ചേഴ്സ്. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ഡിഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ഫൈനാൻസ് ദർ ഈസ് നോ ആബ്സല്യൂട്ട്ലി But in the field of finance, there is no difference between bonds and debentures. Absolutely no difference. It is just use of these terms. So here bonds and debentures are one and the same. അപ്പോൾ ഇവിടെ ബോണ്ട് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡിബഞ്ചർ വാല്യുവേഷൻ ഓൾസോ. ഓക്കെ, ബേസിക്കലി ഡീലിംഗ് വിത്ത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. നമുക്കറിയാമല്ലേ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണ്? മീൻസ് ഫിക്സഡ് റേറ്റ്, അതായത് ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അവർ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അവർ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ മാർക്കറ്റ് പെർഫോമൻസ് എങ്ങനെ ആയിരുന്നാലും അവർക്കൊരു ഫിക്സഡ് ഇൻകം കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. സോ ബോണ്ട് വാല്യുവേഷൻ എന്ന ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്. സോ വൺ ബൈ വൺ ഐ വിൽ ലിസ്റ്റ് ഔട്ട് ദീസ് ടേംസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ ടേംസിനെ കുറിച്ചും ഈച്ച് ആൻഡ് എവറി ടേം അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ കൺസെപ്ച്വലി വളരെ ക്ലിയർ ആയിരിക്കണം. സ്ക്രീനിൽ ശ്രദ്ധിക്കൂ, ഇവിടെ ഞാൻ 3 ടേംസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള 3 ബേസിക് ടേംസ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫേസ് വാല്യൂ, സെക്കൻഡ് കൂപ്പൺ റേറ്റ് ആൻഡ് തേർഡ്ലി കൂപ്പൺ പേയ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഫേസ് വാല്യൂ എന്താണെന്ന് നോക്കാം. ഫേസ് വാല്യൂ ഓൾസോ ടേംഡ് ആസ് നോമിനൽ വാല്യൂ ഓഫ് ദ ബോണ്ട്. അപ്പോൾ ഫേസ് വാല്യൂ പറഞ്ഞാലും നോമിനൽ വാല്യൂ പറഞ്ഞാലും ഇറ്റ്സ് സെയിം. ബേസിക്കലി ഇറ്റ് ഈസ് ദ ഡിനോമിനേഷൻ ഓഫ് ദ ബോണ്ട്. വാട്ട് വി സേ, ഫോർ എക്സാമ്പിൾ, എ ബോണ്ട് ഓഫ് ₹500, എ ബോണ്ട് ഓഫ് ₹100, a bond of $100, whatever you are mentioning. Okay, whatever you are mentioning is the denomination of the bond, that is the face value of the bond. Next time what we find over here is coupon rate. Endana coupon rate? It is the contracted rate between the issuer and holder of the bond. So issuer of the bond, ആരാണ് issuer? The party who is issuing the bond. ബോണ്ട് ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരെയാണ് ഇഷ്യൂവർ എന്ന് പറയാം. അവർ ഒരു സർട്ടൺ ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്തിരിക്കും അല്ലേ. ദേ വിൽ പ്രോമിസ് എ സർട്ടൺ ഇൻട്രസ്റ്റ് വിച്ച് വിൽ ബി പെയ്ഡ് ഓൺ ദാറ്റ് ബോണ്ട്. ആർക്കാണ് കൊടുക്കുക? ഈ സർട്ടൺ ഇൻട്രസ്റ്റ് റേറ്റ് ടു ദി ബോണ്ട് ഹോൾഡർ. അപ്പോൾ ആക്ച്വലി ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫോർ ദ ഇഷ്യൂയിങ് കമ്പനി. ഇഷ്യൂയിങ് കമ്പനിക്ക് അത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഇൻകം ഫോർ ദ ഹോൾഡർ ഓഫ് ദ ബോണ്ട്. ബോണ്ട് കൈവശം വെച്ച ആൾക്ക്, അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് ദ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരാ? ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് അത് ഇൻട്രസ്റ്റ് ഇൻകം ആണ് അല്ലേ. സോ ഹിയർ വൺ പാർട്ടി ഈസ് ബോറോവർ ആൻഡ് അനദർ പാർട്ടി ഈസ് ഇൻവെസ്റ്റർ. So obviously bond is a financial instrument. It is a contract between two parties. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർ തമ്മിലുള്ള ആ കോൺട്രാക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അതർവൈസ് ഇൻട്രസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നു അങ്ങനെ വിചാരിക്കും. ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ അത്
നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റർ ആണോ, വി ഡോണ്ട് ഹാവ് എനി ക്ലാരിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് മനസ്സിലായത്? കമ്പനി വിൽ ബി പേയിങ് എ സർട്ടൻ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കോൺട്രാക്റ്റഡ് വാട്ട് വി കോൾഡ് ആസ് കൂപ്പൺ റേറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ 6% ഗവൺമെൻറ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 6% പ്രോമിസ്ഡ് ബൈ ദാറ്റ് ബോണ്ട്. ഓക്കെ, ആ 6% നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട്. ഫേസ് വാല്യൂമിലാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ട് ഹാവിങ് എ ഫേസ് വാല്യൂ ഓഫ് ₹1000, കൂപ്പൺ റേറ്റ് ഈസ് 6% വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പറയാം, 6% ഓഫ് ദാറ്റ് 1000 അല്ലേ, 1000 ഇൻറ്റു 6%, വിച്ച് വിൽ ഗിവ് യു ₹60. 60 every year, ₹60 given by the issuer to the holder as an income to the holder. ഓക്കെ, സോ ഇത് ഈ 60 പറയുന്നത് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ആണ് ഫോർ ഇഷ്യൂയിങ് കമ്പനി. ഇഷ്യൂയിങ് കമ്പനിക്ക് അത് ഫൈനാൻസിങ് എക്സ്പെൻസ് ആണ്, ഇൻവെസ്റ്റർക്ക് അത് ഇൻകം ആണ്. അപ്പോൾ ഈ ₹60 ആണ് കൂപ്പൺ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ 6% കൂപ്പൺ റേറ്റ് ആണ്, 60 കൂപ്പൺ പേയ്മെൻറ്റ്സ് ആണ്. അതായത് 8%, അതായത് 6% ഓഫ് 1000, അതാണ് 60 കൂപ്പൺ പേയ്മെൻറ്റ്സ്. That is, every year ₹60 will be given by the issuer to the holder. ഈ നെക്സ്റ്റ് ടേം നമുക്ക് ഇഷ്യൂ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആണ് നോക്കാനുള്ളത്. അതിലെന്താണ് ഇഷ്യൂ പ്രൈസ്? ഇഷ്യൂ പ്രൈസ് മീൻസ് എ പ്രൈസ് അറ്റ് വിച്ച് ബോണ്ട് ഈസ് ഇഷ്യൂഡ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് പറയാം. ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റിലായിരിക്കും. അതായത് ഈ കമ്പനി ഈ ഡെറ്റ് ലോഞ്ച് ചെയ്യുന്നത് മാർക്കറ്റിൽ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ പ്രോസസ്സിലൂടെയാണ് അത് ലോഞ്ച് ചെയ്യുക. അന്നേരം ഇൻവെസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യും. അതായത് ഇനീഷ്യലി അതിൻ്റെ ഇഷ്യൂ നടത്തുന്നു, ഈ ബോണ്ടിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഈ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ബോണ്ട് ഇഷ്യൂ നടത്തുന്നത് ഒന്നുകിൽ അറ്റ് പാർ വാല്യൂ ഓർ അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. പാർ വാല്യൂലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് വാല്യൂലാണ്. പ്രീമിയത്തിലാവുമ്പോൾ എന്ന് പറഞ്ഞാൽ എബവ് ഇറ്റ്സ് ഫേസ് വാല്യൂ. അതായത് ബോണ്ട് ഇഷ്യൂ നടക്കുന്നത് അതിൻ്റെ ഫേസ് വാല്യൂവിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ എന്ന് പറയും. ഇനി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ബോണ്ട് ഇഷ്യൂ നടക്കുന്നത് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ഫേസ് വാല്യൂ. ഓക്കെ, ആക്ച്വലി നമ്മൾ നോക്കുന്ന ടേംസ് ഇഷ്യൂ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആണ്. ബോത്ത് ആർ മാർക്കറ്റ് പ്രൈസ്. അതായത് മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് ഇഷ്യൂ പ്രൈസ് ആയാലും മാർക്കറ്റ് പ്രൈസ് ആയാലും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഇഷ്യൂ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്? അതറിയാനായിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളൊരു ടേം നമുക്ക് റീകളക്ട് ചെയ്യേണ്ടി വരും. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ട് മാർക്കറ്റ് ഓർ ഡെറ്റ് മാർക്കറ്റ്. അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ ആ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റ് എടുക്കും. പ്രൈമറി മാർക്കറ്റിൽ എന്താണ്? ആ മാർക്കറ്റിൽ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഒരു ഇഷ്യൂയിങ് കമ്പനി ബോണ്ട് ഇഷ്യൂ ആയിട്ട് വരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയാം. ഇഷ്യൂ പ്രൈസ് ഈസ് ദ പ്രൈസ് പ്രിവെയിലിംഗ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവിൽ. അതായത് അവിടെ ഇഷ്യൂയിങ് കമ്പനി ഇൻവെസ്റ്ററും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇൻവെസ്റ്ററാണ് പ്രൈമർലി സബ്സ്ക്രൈബിങ് ദീസ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കോട്ടഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന പ്രൈസിനെയാണ് ഇഷ്യൂ പ്രൈസ് പറയാം. ഓക്കെ, ദെൻ അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ എന്തായിരിക്കും? സെക്കൻഡറി മാർക്കറ്റ് എന്താണ്? ഇഷ്യൂയിങ് കമ്പനി ഹാവ് നോ റോൾ ടു പ്ലേ അല്ലേ. സെക്കൻഡറി മാർക്കറ്റിൽ എത്തുമ്പോഴേക്കും ഇഷ്യൂയിങ് കമ്പനിക്ക് അവിടെ റോൾ ഉണ്ടാവില്ല. അതായത് ഒരു വട്ടം കമ്പനി ബോണ്ട് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇഷ്യൂയിങ് കമ്പനി പ്രൈമറി മാർക്കറ്റിൽ ബോണ്ട് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ദെയർ ആഫ്റ്റർ ദ ഫ്ലോട്ടഡ് ബോണ്ട്സ് വിൽ ട്രേഡഡ് അമംഗ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുക. അതായത് കണ്ടിന്യൂസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ്. അത് എവിടെയാണ് സംഭവിക്കുക? സെക്കൻഡറി മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡറി മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട്, അതായത് ഓൾറെഡി ഇഷ്യൂഡ് ബോണ്ടാണ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് എ ബോണ്ട് ഈസ് ട്രേഡഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. നെക്സ്റ്റ് മെച്യൂരിറ്റി ഡേറ്റ്. ആ മെച്യൂരിറ്റി ഡേറ്റ് മീൻസ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടല്ലോ ഈ ബോണ്ടിൽ. അപ്പോൾ ബോണ്ടിൽ ഈ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഡ്യൂ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റർക്ക് റീപേ ചെയ്യുന്ന ഡേറ്റാണ് മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, സിമിലർലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ഡേറ്റ് അറ്റ് വിച്ച് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇഷ്യൂവർ ആൻഡ് ഹോൾഡർ ടെർമിനേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ബോണ്ട് അവിടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഇഷ്യൂയിങ് കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിൽ അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡറും തമ്മിലൊരു കോൺട്രാക്റ്റ് ആണ് അല്ലേ. ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന, അതിൻ്റെ എൻഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ബോണ്ട്സ് റിഡംഷൻ ഫാൾസ് ഡ്യൂ. ഇതിനൊക്കെയാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയാം. ഓക്കെ
അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പറ്റില്ല, ക്യാഷിൽ റെഡീം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് എത്തുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാം, നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് കൺവേർട്ടബിൾ ബോണ്ട്സ്, അതായത് ആ മെച്യൂരിറ്റി ഡേറ്റിൽ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കില്ല, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കേണ്ടത്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇറിഡീമബിൾ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതിനെയാണ്, അതായത് റിഡീം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, പെർപെക്ച്വൽ ബോണ്ട് അല്ലെങ്കിൽ പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇറിഡീമബിൾ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്, പെർപെക്ച്വൽ ബോണ്ട്, പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അത് റിഡീം ചെയ്യാനേ പറ്റത്തില്ല എന്ന്. അങ്ങനെയല്ല, ദാറ്റ്സ് റോങ് കൺസെപ്ഷൻ. നമ്മൾ ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് such bonds can redeem but only upon the liquidation of കമ്പനി എന്നാണോ ലിക്വിഡേഷനിൽ പോകുന്നത് ആ സമയത്ത് മാത്രമേ ആ ബോണ്ട്സ് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടേം റിഡംഷൻ പ്രൈസ്. എന്തായിരിക്കും റിഡംഷൻ പ്രൈസ് അറ്റ് വിച്ച് ദ ബോണ്ട് ഈസ് ഡ്യൂ ഫോർ ഇറ്റ്സ് റിഡംഷൻ. അതായത് ഈ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഹോൾഡർക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട് അല്ലേ, അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ, അതായത് ആഫ്റ്റർ 5 years വി ഷാൽ ഗീവ് യു ദിസ് മച്ച് വാല്യൂ ആസ് റീപേയ്മെൻറ്റ്, അല്ലെങ്കിൽ റിഡീം ചെയ്തോളാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ്, അപ്പോൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ റിഡംഷൻ പ്രൈസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, if a bond redeemable after 5 years at 10% premium, ഫേസ് വാല്യൂ 1000, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10% പ്രീമിയം നമ്മൾ ഈ ഫേസ് വാല്യൂയുടെ കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് 1000 + 100, 1100 ആയിരിക്കും അതിൻ്റെ റിഡംഷൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? റിഡംഷൻ പാറിലും ചെയ്യാം, പ്രീമിയത്തിലും ചെയ്യാം. ഓക്കെ, അതായത് ഇഷ്യൂയിങ് കമ്പനി ഹോൾഡർക്ക് ആഫ്റ്റർ 5 years അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് പറഞ്ഞിട്ടുണ്ടാവില്ല, അത് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു എമൗണ്ടാണ് എന്താ റിഡംഷൻ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ടേം വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ദ ബോണ്ട് ക്യാൻ ജനറേറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, യു ആർ എൻ ഇൻവെസ്റ്റർ, യു ആർ എ ബോണ്ട് ഹോൾഡർ, നിങ്ങളാണ് ബോണ്ട് ഹോൾഡർ എന്ന് വിചാരിക്കൂ. കൂപ്പൺ പേയ്മെൻറ്റ്സ് 5 years ആണ്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ബോണ്ടിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും, അതായത് 5 years ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറിൽ റിഡംഷൻ പ്രൈസും കിട്ടും അല്ലേ, ക്യാഷ് ഇൻഫ്ലോ. ബട്ട് ഇതൊക്കെ കിട്ടുന്നത് ഫ്യൂച്ചറിലായിരിക്കും, നോട്ട് നൗ. അപ്പോൾ ഫൈനലി ദ മെച്യൂരിറ്റി വാല്യൂ അടക്കം 5th yearൽ കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസും, അതായത് ഫസ്റ്റ് ഇയറിലെ കൂപ്പൺ പേയ്മെൻറ്റ്, സെക്കൻഡ് ഇയർ കൂപ്പൺ പേയ്മെൻറ്റ്, തേർഡ് ഇയർ, അങ്ങനെ ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ കൂപ്പൺ പേയ്മെൻറ്റ് അലോങ് വിത്ത് മെച്യൂരിറ്റി വാല്യൂ അല്ലെങ്കിൽ റിഡംഷൻ വാല്യൂയും കൂടി കിട്ടുന്നത് ഫ്യൂച്ചറിലാണ്. സോ വെൻ ദീസ് ക്യാഷ് ഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് ടു ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ, then the aggregate present value is termed as intrinsic value of the bond. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളിപ്പോൾ പ്രസൻറ്റ് വാല്യൂക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ടിങ് ഫാക്ടർ ദാറ്റ് ഷുഡ് ബി ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റർ. അതായത് ഇവിടെ ബോണ്ട് ഹോൾഡറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും. ആ റേറ്റ് ഓഫ് റിട്ടേണിൽ വേണം നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതായിരിക്കണം ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് ബോണ്ട് ഹോൾഡേഴ്സിന് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. Different bond holders may have different expected rate of return. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസയേർഡ് yield rate or expected rate of return by the bond holder. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ബൈ എ ബോണ്ട് ഹോൾഡർ മീൻസ് ഏതെങ്കിലും ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആവാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി എ റിയലിസ്റ്റിക് റേറ്റ്. അപ്പോൾ എങ്ങനെയാണ് ആ റിയലിസ്റ്റിക് റേറ്റ് നമ്മൾ കാണുന്നത്? അതായത് അയാൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് യു ഹാവ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ് യുവർ മണി അറ്റ് 7%. ഓക്കെ, ഒരു 7% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ബോണ്ടിലിടുകയാണ്, ഒരു സേ എക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ബോണ്ട്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ആ 7%, നിങ്ങൾക്ക് 7% കിട്ടുമായിരുന്നു നോർമലി അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ തന്നെ നിങ്ങൾക്ക് ഈ എക്സ് കമ്പനിയുടെ ഒന്നും ഉണ്ടാവില്ലേ ഈ ബോണ്ടിന്. അതായത് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 7% തന്നെയായിരിക്കും. ദാറ്റ് ഈസ് യു വിൽ കണ്ടിന്യൂ ടു എക്സ്പെക്ട് സെയിം റേറ്റ് ഓഫ് റിട്ടേൺ.
that you could have generated through other fixed income securities. അല്ലേ, നിങ്ങൾക്ക് വേറൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇടുമായിരുന്നെങ്കിൽ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്ര ഒരു 7% കിട്ടുമായിരുന്നു. ബട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് ലിമിറ്റഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവിടെ ബോണ്ട്സിലാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ ഇട്ടാൽ കിട്ടുമായിരുന്നു അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യും. റൈറ്റ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടേം ഇൻട്രിൻസിക് വാല്യൂ ആണ്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ബോണ്ട്സ് അല്ലേ. അപ്പോൾ അത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്തായിരിക്കണം? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ബോണ്ട് ഹോൾഡർ. അപ്പോൾ ആ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ ഡിസൈഡ് yield റേറ്റ് എന്ന് പറയുക. അതൊരു റിയലിസ്റ്റിക് റേറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കോളബിൾ ആൻഡ് പുട്ടബിൾ ബോണ്ട്സ്. അതിൽ ഫസ്റ്റ് കോളബിൾ ബോണ്ട്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോൾ ആൻഡ് പുട്ട് എന്നുള്ള ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെറിവേറ്റീവ്സിൽ ഓപ്ഷൻസ് പാർട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിയർ കോൾ ഇൻഡിക്കേറ്റ്സ് എ റൈറ്റ് ടു ബൈ ആൻഡ് പുട്ട് ഇൻഡിക്കേറ്റ്സ് എ റൈറ്റ് ടു സെൽ. അപ്പോൾ ഈ കോളബിൾ ബോണ്ടിന് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലേ. അതായത് ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡർക്ക് ഈ കോളബിൾ ബോണ്ടിൻ്റെ കേസിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. കറക്റ്റ് ഷുവർ ഇല്ല അത് കോൾ ബാക്ക് ചെയ്യൂ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇഷ്യൂയിങ് അതോറിറ്റി ഇത് കോൾ ബാക്ക് ചെയ്യുന്നത് ഒരു ഹയർ പ്രൈസിനായിരിക്കും. ഇനി ഇതിൻ്റെ റിവേഴ്സ് സിനാരിയോ നോക്കൂ. അപ്പോൾ റിവേഴ്സ് സിനാരിയോ വരുമ്പോൾ നമ്മളിപ്പോൾ കോളബിൾ ബോണ്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് സിനാരിയോ പുട്ടബിൾ ബോണ്ട്സ്. അപ്പോൾ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് എ കേസ് ഓഫ് പുട്ടബിൾ ബോണ്ട്സ്. ഇറ്റ് ഈസ് എ റൈറ്റ് ടു ബോണ്ട് ഹോൾഡർ ടു ക്ലെയിം റിഡംഷൻ ഫ്രം ദ ഇഷ്യൂവർ at a specific date in future before the maturity date. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 year പുട്ടബിൾ ബോണ്ടാണ് വിച്ച് ഈസ് പുട്ടബിൾ അറ്റ് ദ എൻഡ് ഓഫ് 3rd year ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അപ്പോൾ 5 year പുട്ടബിൾ ബോണ്ടിൽ 3rd year ആകുമ്പോൾ ഈ ബോണ്ട് ഹോൾഡർക്ക് ചോയ്സ് ഉണ്ട്. അതായത് ബോണ്ട് ഹോൾഡർ മൈറ്റ് ഹാവ് എ ചോയ്സ് വെദർ ടു കണ്ടിന്യൂ വിത്ത് ദ ബോണ്ട്. ഈ ബോണ്ടായിട്ട് കണ്ടിന്യൂ ചെയ്യണോ, അതേ ഇപ്പോൾ എനിക്ക് ഉള്ള ഓപ്ഷൻ, ഇപ്പോൾ ഇയാൾക്കായിരിക്കുമല്ലോ ഓപ്ഷൻ, ആ ഓപ്ഷൻ ലാപ്സ് ആക്കണോ, അതോ ഈ പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ട് ഈ വാല്യൂ ക്ലെയിം ചെയ്യണോ. ഇതിനുള്ള ചോയ്സ് ആർക്കായിരിക്കും? ഇവിടെ ബോണ്ട് ഹോൾഡറിനായിരിക്കും. ഓക്കെ, അപ്പോൾ കോളബിൾ ബോണ്ട് എന്താണ്? ഇറ്റ് ക്യാൻ ബി കോൾഡ് ബാക്ക് ബൈ ദ ഇഷ്യൂർ ഓഫ് ബോണ്ട് ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി അറ്റ് സ്പെസിഫൈഡ് ഡേറ്റ്. ആ സ്പെസിഫൈഡ് ഡേറ്റിനൊരു പേരുണ്ട്, കോൾ ഡേറ്റ് എന്നാണ് പറയുക. അതുപോലെ അന്ന് അവർ കൊടുക്കുന്ന പ്രൈസിന് നമ്മൾ പറയുക കോൾ പ്രൈസ് എന്നാണ്. സിമിലർലി പുട്ടബിൾ ബോണ്ടിൻ്റെ കേസിൽ ഒരു പുട്ട് ഡേറ്റ് ആൻഡ് പുട്ട് പ്രൈസ്. ഓക്കെ, അതായത് പുട്ടബിൾ ബോണ്ടിൻ്റെ കേസിൽ ഈ ഹോൾഡർക്കാണ് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അതായത് പ്രീമെച്യൂർഡ് റിഡംഷൻ വാല്യൂ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് അവിടെ ഹോൾഡർക്കാണ്. കോളബിൾ ബോണ്ടിൻ്റെ കേസിൽ ഇഷ്യൂവർക്കാണ് റൈറ്റ്. സോ ഹിയർ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? കോളബിൾ ആൻഡ് പുട്ടബിൾ ബോണ്ട്സ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൾ ഡേറ്റ്, കോൾ പ്രൈസ്, പുട്ട് ഡേറ്റ്, പുട്ട് പ്രൈസ് ഇതെല്ലാം തന്നെ മനസ്സിലാക്കി. ഈ ടേംസ് എല്ലാം തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം കറൻറ്റ് yield. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ബോണ്ട് ഹോൾഡർ ക്യാൻ എക്സ്പെക്റ്റ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോർ ദ കമ്മിങ് ഇയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോണ്ട് പർച്ചേസ് ചെയ്തു. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ കൂപ്പൺ പേയ്മെൻറ്റ് 100 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളതിനെ 100 ഡിവൈഡഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് yield യു ആർ ഗോയിങ് ടു ഏൺ ഇൻ ദ കറൻറ്റ് ഇയർ. ഇനി നിങ്ങൾ കറൻറ്റ് yield അറിയാൻ ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? അതായത് വേറെ അതിൻ്റെ നെക്സ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ഇൻറ്റെൻഡ് ടു ഹോൾഡ് ടിൽ ഇറ്റ്സ് മെച്യൂരിറ്റി, അതായത് ഈ ഒരു 5 year ബോണ്ടാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ മെച്യൂരിറ്റി പീരീഡ് ഫുള്ള് ഞാനിത് ഹോൾഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ആണ് മെച്യൂരിറ്റി പീരീഡ് ഫുള്ള് ഈ ബോണ്ട് കൈവശം വെച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് മച്ച് കൺസേൺഡ് വാട്ട് വിൽ ബി ദ കറൻറ്റ് yield. അപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ് yieldൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. യു ആർ കൺസേൺ വിത്ത് ദ ഓവറോൾ, ദാറ്റ് ഈസ് ടിൽ മെച്യൂരിറ്റി ഹൗ മച്ച് വുഡ് യു ഏൺ. അതിന് പറയുന്നതാണ് നമ്മൾ yield to maturity, YTM. ഓക്കെ, സോ YTM basically it is the IRR of the bond. IRR, that is internal rate of return. അപ്പോൾ IRR of the bond ആണ് YTM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. YTM, that is yield to maturity, is the yield of the bond up to its maturity. It is the internal rate of return of the bond. Okay. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് yield to call, that is YTC.
ഇതും ഒരു റേറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻഡിക്കേറ്റ്സ് IRR ഓഫ് ദ ബോണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് IRR ഓഫ് ദ ബോണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ IRR ഓഫ് ദ ബോണ്ട് നോട്ട് അപ് ടു മെച്യൂരിറ്റി. ഇറ്റ് ഈസ് IRR ഓഫ് ബോണ്ട് അപ് ടു ഇറ്റ്സ് കോൾ ഡേറ്റ് ഓൺലി. ഓക്കെ, നോട്ട് ദ ഡിഫറൻസ്. yield ടു മെച്യൂരിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? yield ഓഫ് ദ ബോണ്ട് അപ് ടു ഇറ്റ്സ് മെച്യൂരിറ്റിയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മെച്യൂരിറ്റി വരെ അല്ല, കോൾ ഡേറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, അപ്പോൾ അവിടെ വരെ കോൾ ഡേറ്റ് വരെ ഉള്ള ആ പാർട്ടിലെ ഇറ്റ് ഈസ് ദ IRR ഓഫ് ബോണ്ട് അപ് ടു ഇറ്റ്സ് കോൾ ഡേറ്റ് ഓൺലി. ഇൻ സച്ച് കേസ് ഇറ്റ് ഈസ് കോൾഡ് yield ടു കോൾ. ഓക്കെ, നെക്സ്റ്റ് സീറോ കൂപ്പൺ ബോണ്ട് ആൻഡ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. മേ ബി യു ആർ ഫെമിലിയർ വിത്ത് ദീസ് ടേംസ്. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നോ കൂപ്പൺ പേയ്മെൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ബോണ്ട്. നമ്മൾ കൂപ്പൺ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. സോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ടു ദ ഹോൾഡർ? അതായത് ഈ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും ഈ ബോണ്ട് റിഡീം ചെയ്യുന്ന പ്രൈസും തമ്മിൽ വളരെ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനേലും വളരെ ഹൈ ആയിട്ടുള്ളൊരു പ്രൈസിലായിരിക്കും അത് റിഡീം ചെയ്യുന്നത്. അതാണ് സബ്സ്റ്റാൻഷ്യലി ഹൈ പ്രൈസ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ഇഷ്യൂ പ്രൈസും റിഡീം ചെയ്യുന്ന പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് yield ടു ദ ഇൻവെസ്റ്റർ. ഓക്കെ, ചിലപ്പോൾ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് പാറിലായിരിക്കാം, റിഡീം ചെയ്യുന്നത് at a substantially higher premium. Okay, പിന്നെ ഒരു കേസിൽ ഇറ്റ് മേ ബി ഇഷ്യൂഡ് അറ്റ് എ സ്ലൈറ്റർ ഡിസ്കൗണ്ട് ആൻഡ് redeemable at a fair premium, or it may be issued at a heavy discount and redeemable at par. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ തേർഡ് കേസ്, അതായത് ഹെവി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് റിഡീം ചെയ്യുമ്പോൾ പാറിൽ ആ ഒരു സീറോ കൂപ്പൺ ബോണ്ടില്ലേ, അതിനെയാണ് നമ്മൾ ഡീപ്പ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ZCB തന്നെയാണ്, സീറോ കൂപ്പൺ ബോണ്ട് തന്നെയാണ്. ബട്ട് ആ തേർഡ് കാറ്റഗറി ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ വരും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ക്ലിയർ ആയില്ലേ? സോ ഐ വുഡ് സേ സീറോ കൂപ്പൺ ബോണ്ട് ഈസ് എ ബ്രോഡർ ടേം ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ടൈപ്സ് ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടേം ആന്വിറ്റി ബോണ്ട്സ്. ആന്വിറ്റി ബോണ്ട്സിൽ ഇഷ്യൂവർ ഒരു കൂപ്പൺ പേയ്മെൻറ്റും നടത്തുന്നില്ല, ഡസ് നോട്ട് മേക്ക് എനി കൂപ്പൺ പേയ്മെൻറ്റ്. ഇനി റിഡംഷൻ ഡേറ്റിൽ ഒരു റിഡംഷൻ വാല്യൂ അവർ പേ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദർ ഈസ് നോ കൂപ്പൺ പേയ്മെൻറ്റ്സ്, നോ റിഡംഷൻ വാല്യൂ. ഓക്കെ, ബട്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അതായത് ഇവിടെ ഈ ഇഷ്യൂയിങ് കമ്പനി ഹോൾഡർക്ക് കൊടുക്കുക ആന്വിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെയുള്ളൊരു ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നൈദർ റെപ്രസെൻറ്റ്സ് കൂപ്പൺ പേയ്മെൻറ്റ് നോർ റെപ്രസെൻറ്റ്സ് റിഡംഷൻ വാല്യൂ. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോസ് എവറി ഇയർ വിൽ ബി ദ സെയിം. അതായത് ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഇവിടെ ഇഷ്യൂയിങ് കമ്പനി ഹോൾഡർക്ക് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 5 year ആന്വിറ്റി ബോണ്ട് ആണെങ്കിൽ എവറി ഇയർ ഒരു എക്സാക്റ്റ് എമൗണ്ട് ഇഷ്യൂയിങ് കമ്പനി ഹോൾഡർക്ക് കൊടുക്കും. ഇവിടെ ഈ എമൗണ്ട്സിനെയാണ് ആന്വിറ്റീസ് എന്ന് പറയുന്നത്. നോ കൂപ്പൺ പേയ്മെൻറ്റ്സ്, നോ റിഡംഷൻ പ്രൈസ് പേയ്മെൻറ്റ്, ഓൺലി ആന്വിറ്റീസ്. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ ആന്വിറ്റി ബോണ്ട്സ് എന്ന് പറയാം. നെക്സ്റ്റ് ടേം ബോണ്ട് സ്ട്രിപ്സ്. ഹിയർ സ്ട്രിപ്സ് ഈസ് ആൻ അബ്രീവിയേഷൻ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സെപ്പറേറ്റ് ട്രേഡിംഗ് ഓഫ് ഇൻട്രസ്റ്റ് and principal of security. That is separate trading of registered interest and principal of security. What it exactly means? അതായത് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഹോൾഡറിന് കിട്ടുന്നത് 2 റൈറ്റ് ആണ്. ഒന്ന് ദ റൈറ്റ് ടു റിസീവ് കൂപ്പൺ പേയ്മെൻറ്റ്, രണ്ടാമത്തേത് ദ റൈറ്റ് ടു റിസീവ് റിഡംഷൻ പ്രൈസ്. ഇനി ഈ ബോണ്ട് ഈ ഹോൾഡർ എപ്പോൾ വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നു, അതായത് ദ മൊമെൻറ്റ് ദ ബോണ്ട് ഈസ് സോൾഡ് ബൈ ദ ഹോൾഡർ ടു അനദർ പാർട്ടി, ഈ 2 റൈറ്റും പോകും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടേംസ് ബോണ്ട് വാല്യുവേഷൻ്റെ ബേസിക് ടേംസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ആണ് ഫേസ് വാല്യൂ, ദെൻ കൂപ്പൺ റേറ്റ്, കൂപ്പൺ പേയ്മെൻറ്റ്സ്, ഇഷ്യൂ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, മെച്യൂരിറ്റി ഡേറ്റ്, റിഡംഷൻ പ്രൈസ്, ഇൻട്രിൻസിക് വാല്യൂ, കോളബിൾ ആൻഡ് പുട്ടബിൾ ബോണ്ട്സ്, കോൾ ഡേറ്റ് ആൻഡ് കോൾ പ്രൈസ്, കറണ്ട് yield to maturity, that is YTM, then yield to call YTC, then zero coupon bonds ZCB, deep discount bond DDB, and annuity bonds, and lastly bond strips.